நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തിരുത്തെള്ളേണം എന്ന ആ കൈകൊട്ടിക്കളിപ്പാട്ടിലെ ചില ഭാഗങ്ങളിലേക്ക് നാം വീണ്ടും പ്രവേശിക്കുകയാണ്. മുക്തിക്കുഴലുന്ന മുനിമാരും തളരവേ, ഹസ്തിക്ക് അരുളിയോൻ അടിയനെ കൈക്കൊണ്ട് ഭക്തിക്കടലിൽ മുങ്ങിയിടുമാറാക്കിയ ജ്യോതിസ്വരൂപൻ്റെ മാധുര്യമാർന്നതാം ചെയ്തികൾ വാഴ്ത്തി നാം തൊള്ളേണം കൈകൊട്ടിപ്പാടി. നാം കൈകൊട്ടിപ്പാടി ശിവസ്തുതികൾ പാടേണം. മുക്തിക്കുഴലുന്ന മുനിമാരും തളരവേ, മുക്തിക്ക് വേണ്ടി, മോക്ഷത്തിനു വേണ്ടി നിതാന്തമായ തപസ്സന്വേഷിക്കുന്ന മുനിമാർ വരെ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ശിവൻ പ്രത്യക്ഷനായില്ല. നീണ്ട വർഷങ്ങളത്രയും കഠിനമായ കൊടും തപം ചെയ്തിട്ടും മുനിമാരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ മടി കാണിക്കുന്ന ദൈവമാണ് ശിവൻ. മുനിമാർക്ക് പോലും ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ അനേകം വർഷങ്ങൾ തപസ് ചെയ്തിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ശിവഭഗവാൻ ഹസ്തിക്ക് അരുളിയേൻ, ഹസ്തിക്ക്, ആനയ്ക്ക് പെട്ടെന്ന് മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് തിരുവാനക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ ഒരാനയുണ്ടായിരുന്നു. ആ ആന പതിവായിട്ട് ശിവഭഗവാനെ നിരന്തരം ആരാധിക്കുമായിരുന്നു. അങ്ങനെ ശിവഭഗവാനെ നിരന്തരം ആരാധിച്ചിരുന്ന ആ തിരുവാനക്കാവ് അമ്പലത്തിലെ ആനയ്ക്ക് വളരെ പെട്ടെന്ന് ശിവൻ മോക്ഷം നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ ആനയ്ക്ക് പോലും ശിവഭഗവാൻ വളരെ പെട്ടെന്ന് മോക്ഷം നൽകി. അപ്പോൾ മുനിമാർക്ക് വളരെ വർഷങ്ങളോളം തപസ് ചെയ്തിട്ടും, കൊടും തപസ് ചെയ്തിട്ടും പ്രത്യക്ഷനായില്ല. അതേസമയം ആനയ്ക്കൊരു ശിവക്ഷേത്രത്തിലെ ആന നിരന്തരം ശിവപൂജ ചെയ്തുകൊണ്ട് ആ ആനയ്ക്ക് ശിവൻ പ്രത്യക്ഷനായി വരം നൽകി. അപ്പോൾ ആരാണ് തപസ് ചെയ്യുന്നത് എന്നല്ല, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള ആ തീവ്രതരമായ ഭക്തിവിശേഷമാണ് ശിവഭഗവാൻ എപ്പോഴും കണക്കിലെടുത്തിരുന്നത്. അപ്പോൾ നീണ്ട തപസ്സിനേക്കാൾ വലിപ്പമുള്ളതാണ് തീവ്രമായ ശിവഭക്തി എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ നീണ്ട കാലത്തെ കൊടും യാതനകൾ അനുഷ്ഠിച്ചുള്ള തപസ്സിനേക്കാൾ എത്രയോ മഹത്വപൂർണമാണ് തീവ്രതരമായ ശിവഭക്തി. ആ തീവ്രതരമായ ശിവഭക്തിയുടെ മുമ്പിൽ ശിവൻ പെട്ടെന്ന് അലിയുകയും ആ തീവ്രമായ ശിവഭക്തി പുലർത്തുന്ന ആളുടെ മുമ്പിൽ, അത് ആനയായിക്കൊള്ളട്ടെ, മൃഗമായിക്കൊള്ളട്ടെ, മനുഷ്യനായിക്കൊള്ളട്ടെ, മറ്റേത് ജീവജാലമായിക്കൊള്ളട്ടെ, അവിടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പിന്നെ ഭക്തിക്കടലിൽ മുങ്ങിയിടാമാറാക്കിയ ജ്യോതിസ്വരൂപൻ്റെ മാധുര്യമാർന്നതാം ചെയ്തികൾ വാഴ്ത്തി നാം കൈകൊട്ടിപ്പാടാം. ഭക്തിക്കടലിൽ, ഭക്തിയാകുന്ന മഹാകടലിൽ മുങ്ങിയിടുമാറാക്കിയ ജ്യോതിസ്വരൂപനാണ് ശിവൻ. അപ്പോൾ നമ്മളെയെല്ലാം തീഷ്ണമായ ശിവഭക്തിയുടെ തീവ്രതമമായ തലത്തിലേക്ക് കൊണ്ടെത്തിച്ച, അങ്ങനെ ഭക്തിയുടെ കടലിൽ മുങ്ങിയിടുമാറാക്കിയ, ഭക്തിയുടെ വലിയ മഹാസമുദ്രത്തിൽ നമ്മെ നിരന്തരം ആമഗ്നനാക്കിയ ആ ജ്യോതിസ്വരൂപൻ്റെ മാധുര്യമാർന്നതാം ചെയ്തികൾ നമുക്ക് വാഴ്ത്തി പാടാം എന്നാണ് മാണിക്യവാചകർ പറയുന്നത്.
കൈകൊട്ടിക്കളിച്ചുകൊണ്ട് നമുക്ക് ശിവസ്തുതികൾ പാടാം. ഇങ്ങനെയുള്ള ശിവസ്തുതികൾ ഭക്തിക്കടലിൽ നമ്മെ ആണ്ടുമുക്കിയ ആ ശിവഭഗവാന്റെ ജ്യോതിസ്വരൂപനായ ശിവഭഗവാന്റെ മാധുര്യമാർന്നതാം കഥകൾ നമുക്ക് പാടാം. പാരിലും പാതാളം തന്നിലും വിണ്ണിലും വേറെങ്ങും ചെന്ന് ഞാൻ പിറക്കാതിരിക്കുവാൻ അരുളേകി അടിയാനായി കൈക്കൊണ്ട ലീലയെ വർണ്ണിച്ച് പാടി നാം തെള്ളേണം കൈകൊട്ടിപ്പാടി. പാരിലും പാതാളത്തിലും തന്നിലും വിണ്ണിലും വേറെങ്ങും ചെന്ന് ഞാൻ പിറക്കാതിരിക്കുവാൻ. അപ്പോൾ എനിക്ക് പിറവിയിൽ നിന്ന് മോചനം നൽകി. പാരിൽ ഈ ഭൂമിയിലോ പാതാളത്തിലോ അതേപോലെ ആകാശത്തിലോ ദേവലോകത്തോ ചെന്ന് പിറക്കാതെ മറ്റെങ്ങും പിറക്കാതെ പിറവിയിൽ നിന്ന് പരിപൂർണമായി മോചനം നേടിയ, പിറവിയിൽ നിന്ന് പരിപൂർണമായി എന്നേക്കുമായി മോചിപ്പിച്ച് മോക്ഷസുഖം നൽകിയ അല്ലയോ ഭഗവാൻ, ഇനിയൊരു പിറവി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അനുഗ്രഹിച്ച അല്ലയോ ശിവഭഗവാനെ, അങ്ങ് അരുളിയേകി, അങ്ങ് അങ്ങയുടെ ആ അനുഗ്രഹം എന്നിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അങ്ങയുടെ ആ പ്രേമമാകുന്ന അരുള് എന്നിലേക്ക് ഒഴുകി വന്നു. അങ്ങനെ എന്നെ അടിയാനായി, എന്നെ അടിമയായി, എന്നെ ദാസനായി അങ്ങ് കൈക്കൊണ്ടു. ആ ലീലയെ വർണ്ണിച്ച് ഞാനിതാ പാടുന്നു. അപ്പോൾ അങ്ങ് എന്നെ നിത്യദാസനായി സ്വീകരിച്ചു. എങ്ങനെ? പിറവിയെല്ലാം അവസാനിപ്പിച്ച, പിറവി മുഴുവനും മുടിച്ചുകൊണ്ട് ഇനിയൊരു പിറവി ഇല്ലാത്തവണ്ണം എനിക്ക് നിത്യസുഖമായ മോക്ഷസുഖത്തിൽ എന്നെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത്. ശാർഗിയും വേദസ്സും മറ്റു ദേവന്മാരും ശാസ്ത്രവും നുണഞ്ഞറിയാനാവാത്ത സൂക്ഷ്മസ്വരൂപനൻ ചാരത്ത് വന്നെൻ്റെ ചേതസ്സിൽ വാർന്നതാക്കിയ തന്മയെ ചേൽക്കണ്ണിൽ നീരോടെ വാഴ്ത്തിപ്പാടുന്നു. എൻ്റെ കണ്ണിൽ നിറഞ്ഞ കണ്ണുകളുടെ ഭക്തിയുടെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഞാനിതാ ഭഗവാന്റെ ലീലകൾ പാടുന്നു. എങ്ങനെ? ശാർഗിയും വേദസ്സും മറ്റു ദേവന്മാരും, ശാർഗി തുടങ്ങിയ മഹാമുനിമാർക്ക് പോലും, മഹാശ്രേഷ്ഠരായ മുനിമാർക്ക് പോലും, വേദജ്ഞന്മാർക്ക് പോലും പ്രത്യക്ഷനാകാത്ത, ശാസ്ത്രവും നുണഞ്ഞറിഞ്ഞിടുവാനാകാത്ത, എല്ലാ ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രമായ വേദങ്ങളെല്ലാം പഠിച്ച ആ ശാർഗിയെയും വേദസ്സിനെയും മറ്റു ദേവന്മാരെയും അങ്ങ് അനുഗ്രഹിച്ചില്ല. പക്ഷേ എന്നെ സൂക്ഷ്മസ്വരൂപനായ അങ്ങ് എൻ്റെ ചാരത്ത് വന്ന് എൻ്റെ ചേതസ്സിൽ വാർന്നതാക്കിയ തന്മയെ, എൻ്റെ ചേതസ്സിൽ എൻ്റെ ഹൃദയവാസിയെ അങ്ങ് വന്നിരുന്നു. അപ്പോൾ മഹാവേദജ്ഞന്മാർക്ക് പോലും കണ്ടെത്താനാകാത്ത ശിവഭഗവാൻ എൻ്റെ ചേതസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ വന്ന് വിളങ്ങി. എന്നിട്ടോ എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി എൻ്റെ പിറവിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കി എനിക്ക് മോക്ഷം നൽകി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നിത്യമായ ശിവ തേജസ്സിനെ ഞാനിതാ ചേൽക്കണ്ണിൽ നീരോടെ വാഴ്ത്തുന്നു. കണ്ണീരണിഞ്ഞുകൊണ്ട് ഭക്തിയുടെ ആ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഞാനിതാ ഭഗവാനെ പാടിപ്പുകഴ്ത്തുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭക്തിയുടെ തീവ്രമായ അവസ്ഥയിൽ ആനന്ദ കണ്ണീര് പൊഴിക്കുകയാണ് മാണിക്യവാചകർ. വല്ലാത്തൊരനുഭൂതിയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ആനന്ദ കണ്ണീര് പൊഴിക്കുക, ശിവഭക്തി കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ ഹൃദയത്തിൽ നിന്ന് ആനന്ദ കണ്ണീര് കണ്ണിലൂടെ പ്രവഹിക്കുകയാണ്. അങ്ങനെ ആ കണ്ണീരണിഞ്ഞ ആനന്ദാശ്രുക്കൾ കൊണ്ട് അവിടമാകെ നനഞ്ഞ ആ അവസ്ഥയിൽ മാണിക്യവാചകർ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ശിവഭക്തിയുടെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയിൽ അദ്ദേഹം നിതാന്തമായ കണ്ണീർ പൊഴിക്കുകയാണ്. ഭക്തിയുടെ കണ്ണീർ കണങ്ങൾ പൊഴിച്ച് ശിവനെ പൂജിക്കുകയാണ്. ഈ കണ്ണീർ കണങ്ങൾ സത്യത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയാണ്.
ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഭക്തിയുടെ തീവ്രമായ ഒരു അവസ്ഥയിൽ ആനന്ദ കണ്ണീർ പ്രവഹിച്ചുകൊണ്ട് ശിവസ്നേഹത്തിൻ്റെ മഹാനുഭൂതിയിൽ മുഴുകിക്കൊണ്ട് ശിവസ്നേഹത്തിൻ്റെ മഹാസാധ്യതകളെ മുഴുവനും തൻ്റെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ആ ഹൃദയവാസിയായ ശിവനെ ഇവിടെ ഇതാ മാണിക്യവാചകർ നിതാന്തമായ ഭക്തിയോടെ ആനന്ദ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഇവിടെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ സ്തുതിഗീതങ്ങൾ സത്യത്തിൽ എല്ലുരുക്കുന്നവയാണ്. വായിക്കുമ്പോൾ നമ്മുടെ എല്ല് ഭക്തി കൊണ്ട് ഉരുകി വെണ്ണ പോലെ ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് തീക്ഷ്ണമായ ശിവഭക്തി കൊണ്ട് നിറഞ്ഞതാണ് ഇതിലെ ഓരോ വാക്കുകളും. ഇത് ഓരോ വാക്കും വായിക്കുമ്പോൾ നാം ഭക്തിയുടെ തീവ്രമായ പുളകം അണിഞ്ഞുകൊണ്ട് നാം ആനന്ദാസുക്കൾ പൊഴിച്ചുകൊണ്ട് ശിവഭഗവാന്റെ മഹത്വത്തെ പാടിപ്പുകഴ്ത്തുന്നു. ഉരുകി അലിഞ്ഞ് കുളിർന്ന് മുകർന്ന് നാം പരുകുവാനാൻ ഈ നിയതാം പരമകാരുണ്യമാം പെരിയ കടലിൽ മരുവീടാം ഈശൻ്റെ വാർകൾ ചിന്തിച്ച് അടിയങ്ങളവനുടെ ദിവ്യത്വം വാഴ്ത്തി പാടുന്നു. അടിയാന്മാരായ ഞങ്ങൾ അല്ലയോ ഭഗവാൻ ശിവൻ അങ്ങയുടെ ദിവ്യത്വം പാടി പുകഴ്ത്തുന്നു. എങ്ങനെ? ഉരുകി വിരിഞ്ഞ് കുളിർന്ന് മുകർന്ന് നമ്മൾ എങ്ങനെയാണ് ഈ തീവ്രമായ ശിവഭക്തി കൊണ്ട് ആകെ ഉരുകുന്നു. നേരത്തെ പറഞ്ഞില്ലേ, എല്ലുരുകുന്നു. അങ്ങനെ തീവ്രമായ ഭക്തി കൊണ്ട് നാം ഉരുകി ഇല്ലാതായിത്തീരുന്നു. പിന്നെ വിരിയുന്നു. നമ്മുടെ ഹൃദയം വിരിഞ്ഞ് സ്നേഹം കൊണ്ട് വിരിഞ്ഞ് ശിവസ്നേഹം കൊണ്ട് വിരിയുന്നു. പിന്നെ കുളിരണിയുന്നു. നാം ഭക്തിയുടെ തീവ്രതയിൽ പുളകമണിയുന്നു. അങ്ങനെ ശിവസ്നേഹം മുകർന്ന് നാം പരുകുവാൻ അനിയതമാം പരമകാരുണ്യമാം പെരിയ കടലിൽ മരുവിടുന്നു. നാം പെരിയ കാരുണ്യം, ഭഗവാന്റെ ഏറ്റവും വലുപ്പമേറിയ ആ കാരുണ്യമാകുന്ന മഹാസമുദ്രത്തെ നാം മുങ്ങിത്താഴുന്നു. പെരുകടലിൽ മരുവീടാം ഈശൻ്റെ വാർകൾ നമുക്ക് ചിന്തിച്ച് പാട്ടുപാടാം. അവ്യനാം ഇന്ദ്രനും ബ്രഹ്മനും മാലിനും സ്തവ്യനാം ഭക്തരോട് ഉന്മാദമാർന്നോനാം പെരുന്തുറമേവുന്ന തമ്പുരാൻ പിറവയ്ക്ക് വേരറുത്തിയിടുന്ന താതനാം അണിയായ തില്ലൈ അമ്പലം വാഴുന്നോൻ്റെ കാരുണ്യമേകീടം കടലുകൾ ചിത്തത്തിൽ ചേർന്നത് വാഴ്ത്തി നാം തെള്ളേണം കൈകൊട്ടിപ്പാടി. അപ്പോൾ കൈകൊട്ടിപ്പാടി നമുക്ക് തില്ലയിൽ വാഴുന്ന ചിദംബരത്തിൽ വാഴുന്ന ചിദംബരേശനെ വാഴ്ത്തിപ്പാടാം. എങ്ങനെയുള്ള ദേവനാണെന്ന് നോക്കൂ. നവ്യനാം ഇന്ദ്രനും ബ്രഹ്മനും മാലിനും സവ്യനാം ഭക്തന്മാരും ആർന്ന് നാം, അതായത് ദേവന്മാരും അതേപോലെ ഇന്ദ്രനും ബ്രഹ്മനും അതേപോലെ തന്നെ വിഷ്ണുവും എല്ലാം തന്നെ ഇതാ ശിവഭഗവാന്റെ നിത്യദാസന്മാരായി ശിവഭഗവാന്മാരുടെ മുമ്പിൽ കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചു നിൽക്കുന്നു. അവരുടെ കൂടെ ഭക്തന്മാരായ നമുക്കും ചേർന്ന് ശിവനെ സ്തുതിച്ച് പാടാം. അങ്ങനെ ശിവൻ പെരുന്തുറയിൽ വാഴുന്ന തമ്പുരാൻ്റെ പിറവയ്ക്ക് മുഴുവൻ വേരറുത്ത ആ താതനായ പിതാവായ ശിവൻ്റെ തില്ലയിൽ വാഴുന്ന, അതായത് ചിദംബരത്തിൽ വാഴുന്ന ചിദംബരേശനെ നമുക്ക്, ചിദംബരേശൻ്റെ കഴലുകളെ നമുക്ക്, ആ കാൽപാദങ്ങളെ നമുക്ക് വന്ദിച്ച് പാടാമെന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ശിവഭഗവാന്റെ മുന്നിൽ ദേവന്മാരും അതേപോലെ വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും മറ്റനേകം ഋഷിമാരും എല്ലാം തന്നെ നിരന്തരം കാത്ത്
അടുത്ത് ഇരുന്ന് ശിവഭജനം നടത്തിക്കൊണ്ട് ശിവപൂജ നടത്തുകയാണ്. അവിടെ കൂടെയാണ് നമ്മളും ചെന്ന് ഈ ശിവപൂജ നടത്തുന്നത്. അപ്പോൾ ശരിക്കും പെരുന്തുറയിൽ വാഴുന്ന ശിവൻ്റെ മുമ്പിലാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പെരുന്തുറ ദേവനായ ശിവൻ്റെ തില്ലയിൽ വാഴുന്ന ചിദംബരേശൻ്റെ ഭക്തിഭാവത്തിൽ നാം ആണ്ട് മുഴുകി നമുക്ക് ഈ ശിവഭജനങ്ങൾ പാടിത്തീർക്കാം. ഇനി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ നമഃ.